ജനങ്ങളുടെ മുന്നിൽ അവരുടെ മുന്നിൽ ഒരു 1 പോയിന്റ് അജണ്ട മാത്രമേ ഉള്ളൂ. ആ 1 പോയിന്റ് അജണ്ട എന്ന് പറയുന്നത് പിണറായി വിജയനെ തൂത്തെറിയണം. ഏതെങ്കിലും ഒരു മുന്നണിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു വൻ പങ്കാളിത്തമല്ല. ആ വൻ പങ്കാളിത്തം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ ശക്തമായിട്ടുള്ള ഭരണകൂട വിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ്. ജനങ്ങളുടെ പരിഗണനയിലുള്ള ആകെപ്പാടെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 10 വർഷം കേരളത്തിലെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരുന്ന ഈ ദുർഭരണത്തിൽ നിന്ന് വിമോചിതരാവണം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലിബറേറ്റഡ് ആവണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഇന്ന് ജനങ്ങളുടെ മുന്നിലുള്ളൂ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. 3ാം വട്ടവും അധികാരത്തിൽ വരാനുള്ള സകല തന്ത്രങ്ങളും അടവുകളുമൊക്കെ ഇടതുപക്ഷവും പിണറായി വിജയനുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു മനോഭാവം എന്തായിരിക്കും? കാരണം അടിയുറച്ച പാർട്ടി വിശ്വാസികൾ പോലും ഇപ്പോൾ പാർട്ടിയെ തള്ളിപ്പറയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങളുടെ ചിന്ത എങ്ങനെയായിരിക്കും? കാരണം കോൺഗ്രസിൽ തമ്മിലടിയാണ്, അങ്ങനെയുള്ള ഒരു വ്യാജ ഈ പ്രചരണങ്ങളൊക്കെ ഇവർ നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോയില്ല. പക്ഷെ എങ്ങനെയായിരുന്നാലും ഈ കേരളത്തിലെ ഈ വോട്ടർമാരുടെ ഒരു ചിന്ത എങ്ങനെയായിരിക്കും? അല്ല, നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇതുവരെയുള്ള അനുഭവങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ജനങ്ങളുടെ ചിന്തയെ ഒരു ക്രോഡീകരിച്ച് ധ്രുവീകരിച്ചെടുത്ത് സർക്കാരിനെതിരെ തിരിക്കുന്ന ചുമതല ഏറെയും കുറഞ്ഞും മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കി വന്നിരുന്നത് പ്രതിപക്ഷമാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ പല നേതാക്കന്മാരിരുന്നിട്ടുണ്ട്. ഇപ്പോൾ കരുണാകരൻ ഇരുന്നിട്ടുണ്ട്, കരുണ ഇരുന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഇരുന്നിട്ടുണ്ട്, VS അച്യുതാനന്ദൻ ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാരായിട്ട് ഇരുന്നിട്ടുണ്ട്. അതിൽ നല്ല പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്, തെറ്റില്ലാത്ത പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്, മോശം പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ പോലും പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയൊക്കെ ജനങ്ങളെ സംഘടിപ്പിച്ച് ക്രോഡീകരിപ്പിച്ച് ധ്രുവീകരിച്ച് കൊണ്ടുവന്നിരുന്ന ഒരു സംവിധാനം. അത് അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ 2016 നമ്മൾ നോക്കൂ. 2016 അന്ന് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പറയാനൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ചില നോൺ ഇഷ്യൂസിൻ്റെ പേരിൽ ആണെങ്കിൽ പോലും ജനങ്ങളെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ആ 2016 100 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടുന്ന നിലയിലേക്ക് കൊണ്ടുപോയത് അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ CPM നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ചടുലമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. എന്നാൽ ഇപ്പം മാറി വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം മാറി വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അതായത് ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ രാഷ്ട്രീയം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും. ജനങ്ങൾ തന്നെ, അതായത് ഇപ്പം 10 വർഷം കഴിയുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന വെച്ചാൽ ജനങ്ങളെ സംഘടിപ്പിക്കേണ്ട, ജനങ്ങളെ ക്രോഡീകരിപ്പിക്കേണ്ട, ജനങ്ങളെ ധ്രുവീകരിപ്പിക്കേണ്ട സംവിധാനമായിട്ടുള്ള പ്രതിപക്ഷം ആ ദൗത്യം നിർവഹിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ അവിടെ ജനങ്ങൾ സ്വയമേ തീരുമാനിക്കുന്നു. എന്താ തീരുമാനിക്കുന്നത്? ഞങ്ങൾക്ക് ഇനി ഈ ഭരണം വേണ്ട. മനസ്സിലായി? ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് സജീവമായിരുന്നു. കോടതിയിൽ പോകുന്നു, കാര്യങ്ങൾ മനസ്സിലായോ? പല കാര്യങ്ങളിലും അന്ന് അധികാരത്തിൽ നിന്ന് പിണറായി വിജയനെ മുട്ടുകുത്തിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ടോട്ടലി ബ്ലാങ്ക് ആണ്. അതെ, പിണറായി വിജയൻ ഒരു കുഴപ്പമില്ലാതെ അയാൾക്ക് തോന്നിയാസം കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നോക്കിയപ്പോൾ ജനങ്ങൾക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അവരെ സംഘടിപ്പിക്കാൻ പ്രതിപക്ഷമില്ല, പ്രതിപക്ഷം ഒട്ടും ശക്തമല്ല. അങ്ങനെ വന്നപ്പോൾ അവരെന്ത് തീരുമാനിച്ചു? അവർ തന്നെ തിരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ്റിനെതിരെ, ഈ ഭരണകൂടത്തിനെതിരെ നിലപാടെടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ആ തീരുമാനം അവർ നടപ്പിലാക്കിയതാണ് ഈ കഴിഞ്ഞ ഡിസംബർ 9-11 നടന്ന തെരഞ്ഞെടുപ്പിലെ UDFിൻ്റെ വിജയം.
അല്ലാതെ ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണവും UDF നടത്തിയെന്ന് UDF നേതാക്കന്മാർക്ക് പോലും പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ 2015-ലും 20-ലും LDF ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ചത്. 2020 കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു 65-70% പഞ്ചായത്തുകൾ CPM കയ്യിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി CPM ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് 25,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും അവര് അടപടലം തോറ്റു. എന്ന് പറയുമ്പോൾ അതിൽ അസർട്ട് ചെയ്തത് ആരാ? അതിൽ അസർട്ട് ചെയ്തത് പ്രതിപക്ഷവും UDF അല്ല, ജനങ്ങളാണ് അസർട്ട് ചെയ്തത്. അപ്പൊ അതാണ് കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം. പക്ഷെ എങ്കിലും ജനങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഫീൽ ചെയ്യുന്നില്ലേ? കാരണം ഇടതുപക്ഷം വരുമോ, ഇനി വലതുപക്ഷം ഈ UDF അധികാരത്തിൽ വന്നാൽ തന്നെ ഇവർ തമ്മിലുള്ള ഒരു ഐക്യമില്ലായ്മ ഉണ്ടല്ലോ, ആ ഒരു ബോധം ജനങ്ങൾക്കില്ല. അല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ യാതൊരു ചിന്തയും ഇപ്പം ജനങ്ങൾക്കില്ല. ജനങ്ങളുടെ മുന്നിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. നാളെ ആര് വരാൻ പോകുന്നു, അവരെങ്ങനെ ഭരിക്കാൻ പോകുന്നു, അതൊന്നും ജനങ്ങളുടെ പരിഗണനയിൽ ഇപ്പോൾ ഇല്ല. ജനങ്ങളുടെ പരിഗണനയിലുള്ള ആകെപ്പാടെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 10 വർഷം കേരളത്തിലെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരുന്ന ഈ ദുർഭരണത്തിൽ നിന്ന് വിമോചിതരാവണം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലിബറേറ്റഡ് ആവണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഇന്ന് ജനങ്ങളുടെ മുന്നിലുള്ളൂ. അവർ നാളെ ആര് വരും, നാളെ വരുന്നവരെങ്ങനെ ഭരിക്കും, അവർ ഞങ്ങളെ നന്നായിട്ടായിരിക്കോ ഭരിക്കുക, ചീത്തയായിട്ടായിരിക്കോ ഭരിക്കുക, അവർ തമ്മിലടിക്കോ, ഇതൊന്നും ജനം നോക്കിയിട്ടില്ല. കാരണം ജനത്തിന് തമ്മിലടിക്കുന്ന ഒരു സംവിധാനമാണ് UDF എന്നൊരു തോന്നലുണ്ട്. എന്നിട്ട് പോലും അടപടലം ഇവരെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പവും ജനങ്ങളുടെ മുന്നിലില്ല. ജനങ്ങളുടെ മുന്നിൽ അവരുടെ മുന്നിൽ ഒരു 1 പോയിന്റ് അജണ്ട മാത്രമേ ഉള്ളൂ. ആ 1 പോയിന്റ് അജണ്ട എന്ന് പറയുന്നത് പിണറായി വിജയനെ തൂത്തെറിയണം, പിണറായി വിജയനിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ ലിബറേറ്റ് ചെയ്യണം, വിമോചിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ജനങ്ങളുടെ മുന്നിലുള്ളൂ. ആ വിമോചിപ്പിക്കാൻ വേണ്ടി ഉള്ള അവരുടെ പ്രവർത്തനമാണ് അടുത്ത തവണ UDFനെ അധികാരത്തിൽ കയറ്റാൻ പോകുന്നത്. അതല്ലാതെ UDF നടത്തുന്ന എന്തെങ്കിലും പ്രൗഢോജ്വലമായിട്ടുള്ള പ്രവർത്തനമോ അല്ലെ സുസംഘടിതമായിട്ടുള്ള പ്രവർത്തനമോ ഒന്നുമല്ല എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 50 ദിവസമുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഇപ്പം തന്നെ എന്ത് പ്രചരണമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്? UDFന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ? അല്ല, അതായത് ഒരു നവയുഗ യാത്ര നടത്തുന്നു എന്നുള്ള ഒരു കാര്യമല്ലാതെ യാതൊന്നും, ആ നവയുഗ യാത്ര പോലും ഒരു ചെറിയ വാർത്തയായി ഒതുങ്ങി പോവുകയാണ്. അല്ല, നവയുഗ യാത്ര അവർ നടത്തുന്നു. ആ നവയുഗ യാത്ര അവർ നടത്തുമ്പോഴും ആ നവയുഗ യാത്രയിലുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് അതിനകത്തൂടെ പ്രതിഫലിക്കുന്നത്. അത് തീർച്ചയായിട്ടും. അല്ല, ആ വൻ പങ്കാളിത്തം എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു വൻ പങ്കാളിത്തമല്ല. ആ വൻ പങ്കാളിത്തം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ ശക്തമായിട്ടുള്ള ഭരണകൂട വിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ് ആ ആൾക്കൂട്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അവിടെയും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഒരു പങ്കുമില്ല. അവിടെയും ജനങ്ങളാണ് അവരുടെ ഒരു ഇച്ഛാശക്തി, ഒരു ആർജവം പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ ഈ ഭരണകൂടത്തെ തൂത്തെറിഞ്ഞിട്ടേ ഞങ്ങൾ വിശ്രമിക്കൂ എന്നുള്ള ജനങ്ങളുടെ ഇച്ഛാശക്തിയും ആർജവവുമാണ് ആ പൊതുയാത്രയിൽ പ്രകടമാകുന്നത്. അല്ലാതെ പൊതുയുഗ യാത്ര വലിയ വിജയമാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും ശ്രമിക്കുന്നത് എനിക്കത് തോന്നുന്നില്ല. അതേസമയം തന്നെ CPM നടത്തിയൊരു ജാഥ ഉണ്ടായിരുന്നു, ആ ജാഥയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയും ജനങ്ങളുടെ അസർഷനാണ് നമ്മൾ കാണുന്നത്, ജനങ്ങളുടെ ഒരു ഇച്ഛാശക്തിയാണ് കാണുന്നത്, ജനങ്ങളുടെ ഒരു ആർജവമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവര് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരിനെ തൂത്തെറിയാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് അവരുടെ മുന്നിലുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് UDFനെ ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് തന്നെയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF വലിയ പ്രചരണം നടത്തിയിട്ടൊന്നുമല്ല 19 സീറ്റിൽ ജയിച്ചത്. പക്ഷേ അതിനുശേഷം നടന്ന 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇത്രയും മൃഗീയമായ ഒരു ഭൂരിപക്ഷം കിട്ടി? അല്ല, അതൊക്കെ നമുക്കറിയാലോ. നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യം നമുക്കറിയാമല്ലോ. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത അത്യസാധാരണമായിട്ടുള്ളൊരു സാഹചര്യം അന്ന് കേരളത്തിലുണ്ടായിരുന്നു. 10,000-30,000 ആളുകൾ മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. മനസ്സിലായി? 10,000-30,000 ആളുകൾ കേരളത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് സർക്കാർ പുറത്തുവിട്ട കണക്കാണ്. അതിൻ്റെ ഒരു ഇരട്ടി ആളുകൾ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പം അങ്ങനത്തെ ഒരു അത്യസാധാരണമായിട്ടുള്ള സാഹചര്യത്തിൽ അന്ന് നിലവിലിരുന്ന ഭരണകൂടം തങ്ങൾക്കൊപ്പം നിൽക്കുന്നൊരു ഭരണകൂടമാണ് എന്നൊരു മിഥ്യാധാരണ അന്നത്തെ ഭരണകൂടം പുലർത്തേണ്ട സാഹചര്യത്തിൽ കിറ്റ് കൊടുത്തു, പെൻഷൻ കൊടുത്തു, അതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ അന്ന് ഒരു അബറേഷൻ ഉണ്ടായി എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. അത് അബറേഷൻ ആണെന്നുള്ളത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചില്ലേ? 2024 എന്താ സംഭവിച്ചത്? 2024 18 സീറ്റ് എങ്ങനെയാണ് പിന്നെ UDF കിട്ടിയത്? 19 സീറ്റ്. അല്ല, 19 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം BJPക്കും പോയല്ലോ. അപ്പോൾ ആ 18 സീറ്റിൽ അവർ ജയിച്ചത് എങ്ങനെയാണ്? ആ 18 സീറ്റിൽ അവർ ജയിച്ചെന്ന് പറയുന്നത് അത് മുഴുവൻ ഭരണകൂട വിരുദ്ധ വികാരമായിരുന്നു. അതിൻ്റെ ഇടയിൽ എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു? അതിലൊരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുന്നത് ജനങ്ങളെ സംഘടിപ്പിച്ച്, ജനങ്ങളെ ധ്രുവീകരിച്ച്, ക്രോഡീകരിച്ച് ഭരണകൂടത്തിനെതിരെ തിരിക്കേണ്ട സംവിധാനം അമ്പെ പരാജയപ്പെടുന്നിടത്ത് ജനങ്ങൾ തീരുമാനിക്കുന്നു. 2019 2026 ആവർത്തിക്കാൻ പോകുന്നു. 2019 UDF വലിയ പ്രചരണമൊന്നും നടത്തിയൊന്നുമില്ല. അന്ന് ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു. അതിൻ്റെ തേരിലേറിയിട്ടാണ് 19 സീറ്റിൽ ജയിച്ചത്. ഇപ്പോൾ 2026 അതിന് സമാനമായിട്ടുള്ള ശബരിമല വിഷയവും പിന്നെ സ്ത്രീ പ്രവേശവും പോലുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു വാട്ടർ ഷെഡാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അസർട്ട് ചെയ്യുന്നു, ജനങ്ങൾ തീരുമാനിക്കുന്നു ഇയാൾ പോകണം. ജനങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇയാൾ പോകാൻ വേണ്ടി അവരെ ക്രോഡീകരിക്കാനും അവരെ ധ്രുവീകരിപ്പിച്ചൊക്കെ പ്രവർത്തിപ്പിക്കേണ്ട പ്രതിപക്ഷമുണ്ട്. അവരെ കൊണ്ട് അതിന് കഴിയുന്നില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഈ ഭരണകൂടം പോകാനായിട്ടുള്ള വഴി എന്താ? ഇവരെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ തോപ്പിക്കണം എന്ന് വിചാരിച്ച് ജനം ഇറങ്ങിയോണ്ടല്ലേ UDF അധികാരത്തിൽ കഴിയും. എന്നോട് കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോടൊരു കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് പറഞ്ഞു, സാധാരണ ഒരു 40-45% സീറ്റ് വരെയൊക്കെ പരമാവധി പഞ്ചായത്തിൽ കിട്ടും. അതിനപ്പുറത്തൊന്നും CPM തോൽപ്പിക്കുന്ന കാര്യവും നമ്മൾ ആലോചിക്കേണ്ട. 50% പോലും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഒരു 35-45 കിട്ടുമായിരിക്കും. ഇതാണ് UDF ചിന്തിച്ചിരുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് 50% ബൂത്തിൽ പോലും പ്രവർത്തകരുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് തമ്മിലടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എല്ലാ തട്ടിലും പിന്നെ UDF ജയിച്ചുവെങ്കിൽ അത് ജനങ്ങളുടെ ഒരു അസർഷനാണ്. മനസ്സിലായി? ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ UDF അടുത്ത പറഞ്ഞ LDF കൊടുക്കാൻ തീരുമാനിച്ചാൽ പോലും ഞാനത് സമ്മതിക്കില്ല. അതുകൊണ്ട് ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു അത്യസാധാരണമായിട്ടുള്ള ഒരു സംഭവവികാസമാണ്. ജനങ്ങൾ നമ്മുടെ യജമാനന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ജനങ്ങളാണ് യജമാനന്മാർ എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഈ സർക്കാരിനെ എടുത്ത് തൂത്തെറിയും. ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല. കോൺഗ്രസ് തമ്മിലടിക്കുന്ന പാർട്ടിയാണ്, അവർക്കറിയാം, അതെല്ലാം അറിയാം. പക്ഷേ പിണറായിയെ തൂത്തെറിയുമ്പോൾ ജയിപ്പിക്കാൻ പറ്റിയ ഒരു സംവിധാനം UDF ഉള്ളൂ. കാരണം BJP കൊണ്ട് അവിടെ ഒരു പുല്ലും നടക്കില്ല. BJPക്ക് ആകെ 2 സീറ്റിലെ ഭൂരിപക്ഷമുള്ളൂ. BJP ഇവിടെ ജയിക്കണമെങ്കിൽ 69 സീറ്റ് അവർക്ക് വരെ കിട്ടണം. അങ്ങനെ കിട്ടാനൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത തവണ UDF അവർ ജയിപ്പിക്കും. അത് നാളെ കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും കണ്ടിട്ടൊന്നുമല്ല. ഈ പിണറായി വിജയൻ പോകണം, പിണറായി വിജയൻ പോയേ മതിയാവും. അതിനവരുടെ മുമ്പിൽ ഇന്നുള്ളൊരു ഓപ്ഷൻ UDF ആയതുകൊണ്ട് UDF ജയിപ്പിക്കും. അതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയൊരു ദിശാമാറ്റം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സാധാരണക്കാരുടെ മനസ്സിലെപ്പോഴും ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും ഇപ്പോഴും ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി റോഡിൽ ഇറങ്ങുമ്പോൾ സാധാരണക്കാരന് റോഡിൻ്റെ അരികിൽ പോലും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് കേട്ടുകേൾവി പോലുമില്ലാത്ത അഴിമതികളും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആര് വന്നാലും ഈ പിണറായി വിജയൻ അധികാരത്തിൽ വരരുത്, CPM അധികാരത്തിൽ വരരുത് എന്ന ഉറച്ച ബോധ്യവും ആഗ്രഹവും പ്രതീക്ഷയും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. അതവർ പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. BJP അധികാരത്തിൽ വരണമെന്ന് വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അസാധ്യമായിട്ടുള്ള, ഈ അടുത്ത കാലത്ത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. 1-2 സീറ്റ് ചിലപ്പോൾ അവർക്ക് കിട്ടിയേക്കാം. പക്ഷേ എങ്കിൽ പോലും അത് ഭരിക്കാൻ ഉതകുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ CPM തൂത്തെറിയാൻ, പിണറായി വിജയനെ തൂത്തെറിയാൻ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഇനി എത്രയൊക്കെ തന്ത്രങ്ങൾ PR ഏജൻസി പറയുന്ന തന്ത്രങ്ങൾ അവിടെ നടപ്പിലാക്കിയിട്ടും കാര്യമില്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. അത് അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും.